നമസ്കാരം. ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ബഹുരാഷ്ട്ര കമ്പനികളിൽ ഒന്നിൽ ജോലി ലഭിച്ച് ഏറെ പ്രതീക്ഷകളോടെ കരിയർ കെട്ടിപ്പടുക്കാനുള്ള ഓട്ടത്തിൽ അന്ന സെബാസ്റ്റ്യൻ എന്ന 26-കാരിക്ക് കാലിടറി. വെറും 4 മാസത്തിനുള്ളിൽ അമിത ജോലി ഭാരത്തിനും മാനസിക ശാരീരിക സമ്മർദ്ദത്തിനും അന്ന കീഴടങ്ങി. ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം 18 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ നിർബന്ധിതയാകുകയായിരുന്നു ഈ പെൺകുട്ടി. EY കമ്പനിയിൽ തൊഴിൽ ചൂഷണം സ്ഥിരം സംഭവം എന്നതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. തൊഴിലിടത്തിലെ സമ്മർദ്ദം ജീവനെടുക്കുന്നതിലേക്ക് എത്തുന്നത് അങ്ങേയറ്റം ഗൗരവതരമാണ്. കോർപ്പറേറ്റ് കമ്പനികളിൽ മാത്രമാണോ തൊഴിൽ സമ്മർദ്ദമുള്ളത്? ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ തൊഴിലാളികൾക്ക് മേൽ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന മേലുദ്യോഗസ്ഥർ നിയമത്തിനും അതീതരാകുന്നത് എന്തുകൊണ്ടാണ്? ഈ വിഷയം ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. ഇന്ന് ന്യൂസ് ഈവനിങ്ങിൽ നമുക്കൊപ്പം സിബി ജോസഫ്, അന്നയുടെ പിതാവ്, അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിന്നു, ഡോക്ടർ വാണി ദേവി, മാനസികാരോഗ്യ വിദഗ്ധ എന്നിവർ തത്സമയം. ആദ്യം ഞാൻ പോകുന്നത് അന്നയുടെ പിതാവിലേക്കാണ്, ശ്രീ സിബി ജോസഫിലേക്കാണ്. ഇപ്പോൾ ഇന്ന് കൃത്യം 2 മാസമാവുകയാണ് അന്ന നമ്മെ വിട്ടുപിരിഞ്ഞിട്ട്. ജൂലൈ 20-നായിരുന്നു മരണം. ഇന്ന് സെപ്റ്റംബർ 20-ആണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് പുറം ലോകം ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞത്. അതിന് കാരണമായതും അന്നയുടെ അമ്മയുടെ ഒരു കത്താണ്, കമ്പനിക്ക് അയച്ച കത്ത്. അതിനുശേഷം അപ്പോൾ ആ കത്തയക്കുന്നതിൻ്റെ ഉദ്ദേശ്യം ഇതിലെന്തെങ്കിലും നടപടിയിലേക്ക് പോവുകയോ അതൊന്നുമല്ല. പക്ഷേ ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്, അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു കത്തയച്ചത് എന്നത് അമ്മയും പറയുന്നുണ്ടായിരുന്നു. ഈ കത്ത് പുറത്തു വന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായി, മാധ്യമങ്ങളിൽ അത് ചർച്ചയാകുന്നു. പിന്നീട് രാജ്യ തലത്തിൽ തന്നെ അത് വലിയ വിഷയമായി മാറുന്നു. ദേശീയ തലത്തിൽ നമ്മുടെ സർക്കാർ ഇടപെടുന്നു. തൊഴിൽ മന്ത്രി പറയുന്നു ഇതിൽ അന്വേഷണം നടക്കുമെന്ന്. ആ തരത്തിലേക്കൊരു ഇടപെടലൊക്കെ ഉണ്ടാകുന്നു. സംസ്കാരത്തിന് പോലും ഈ കമ്പനി പ്രതിനിധികൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ ഇതിത്ര വലിയ ചർച്ചയായതിനു ശേഷം ഇപ്പോൾ കമ്പനി പ്രതിനിധികൾ താങ്കളുടെ വീട്ടിലേക്ക് എത്തുന്നു, സംസാരിക്കുന്നു. കൂടാതെ ഫോണിൽ വിളിച്ച് ഈ കമ്പനിയുടെ ഏറ്റവും തലപ്പത്തുള്ളവർ സംസാരിക്കുന്നു. ആ തരത്തിലേക്കൊരു അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയെങ്കിലും ഒരു ഇടപെടലൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണിപ്പോൾ കമ്പനി അധികൃതരുടെ നിലപാട്? അവർ എന്ത് ഇടപെടൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്? ശ്രീ സിബി. കമ്പനിയിൽ നിന്ന് ഇന്നലെ പൂനെ ഓഫീസിൽ നിന്നും അവരുടെ 2 പാർട്ട്നേഴ്സും സീനിയർ മാനേജറും HR മാനേജറുമാണ് ഇന്നലെ ഇവിടെ എത്തിയത്. അവരോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എന്ത് നടപടി എടുക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ തീരുമാനം പറഞ്ഞിട്ടില്ല. വി വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ എന്നൊരു മറുപടി മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിനെക്കുറിച്ച് ഇതിന് കാരണക്കാരായ ഇവൾ റിപ്പോർട്ട് ചെയ്യുന്ന അസിസ്റ്റന്റ് മാനേജറും അവർക്കെതിരെ എന്താ ചെയ്യുന്നത്, അവരെ എന്ത് ഇതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു കാര്യത്തിലും അവർ പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഈ മേലുദ്യോഗസ്ഥനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അറിയത്തില്ല കേട്ടോ. ഇന്നലെ അവർ വന്നപ്പോൾ ഞാൻ ഈ കാര്യം ചോദിച്ചിരുന്നു. അവരിപ്പോഴും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് അവർ പറഞ്ഞത്. കാരണം ആ ഓഫീസിൽ നിന്ന് തന്നെയുള്ള സീനിയർ മാനേജറാണ് ഇന്നലെ ഇവിടെ എത്തിയത്. ആ സീനിയർ മാനേജറോട് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇതിപ്പോൾ ഏറ്റവും പുതിയ വിവരമാണ്. അതായത് തൽക്കാലം ഈ ഒരു അന്വേഷണത്തിലേക്കൊക്കെ കടക്കുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ്. ഇപ്പോൾ ഇതിൽ ഈ മാനേജറുടെ പങ്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ, ഇങ്ങനെ 2 വ്യക്തികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? അതെ, ഇവരാണ് നേരിട്ട് ഈ ജോലി അസൈൻ ചെയ്ത് നൽകുന്നത്. ഓഡിറ്റ് ടീമിന് ഓരോ പറയൂ ഓരോ ഓഡിറ്റ് ടീമിനും ഓരോ അസിസ്റ്റന്റ് മാനേജറും ഉണ്ട്. അതിൽ അസിസ്റ്റന്റ് മാനേജറാണ് ഈ ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. മാനേജർ അത് റിവ്യൂ ചെയ്യും. ഇവർ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ആഴ്ചയിൽ 1 ദിവസം വീതം റിവ്യൂ നടത്തുന്നതാണ് മാനേജർ. അപ്പോൾ അതിനെന്തെങ്കിലും ഷോർട്ട് ഫോൾ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തന്നിട്ട് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജർ ചെയ്യുന്നത്. ഈ അസിസ്റ്റന്റ് മാനേജർ ജോലി അസൈൻ ചെയ്യുമ്പോൾ അത് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് താമസ സ്ഥലത്ത് എത്തിയാലും പിന്നെ അഡീഷണൽ വർക്ക് പിന്നെയും കൊടുക്കുന്നുണ്ടായിരുന്നു.
അത് ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ജോലികളാണ് പലപ്പോഴും അവളെ ഏൽപ്പിച്ചിരുന്നത്. ആ ജോലികൾ വളരെ അത്യാവശ്യമാണ്, അതിപ്പോൾ തന്നെ ചെയ്തു തരണം എന്നുള്ള രീതിയിലാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നെ ഇവൾ ഇതുവരെ എന്ത് കാര്യം ചോദിച്ചാലും നോ പറയാത്തത് കൊണ്ട് അത് അവൾ ചെയ്തു കൊടുത്തു. ഉറക്കം ഇല്ലാതെയാണെങ്കിൽ അവർ ചെയ്തു കൊടുത്തു അത്. അതെ, അപ്പോൾ ഇതിൽ ഈ അന്നയ്ക്ക് ഈ കാര്യങ്ങളൊന്ന് പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ജോലി തനിക്ക് ചെയ്യേണ്ട ജോലിയല്ല, അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി ചെയ്യേണ്ടതിനപ്പുറത്തേക്ക് ചില ജോലികൾ കൂടി ഏൽപ്പിക്കുന്നുണ്ട് എന്നതൊന്ന് പറയാൻ ആ തരത്തിലേക്ക് ഒരു സീനിയർ എന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ആരും ഇല്ലായിരുന്നു എന്നാണോ? ഈ മാനേജറെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നോ അന്നയ്ക്ക്? അല്ല, ഇവർ അസിസ്റ്റന്റ് മാനേജറാണ് അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒരു വർക്ക് പിന്നെ ഇവർ പിന്നെ അവൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അവൾ ആദ്യം കരുതിയിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഇതിന് പുറമേ ഉള്ള മറ്റു വർക്കുകളാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്, മറ്റു വർക്കുകളാണെന്ന് മനസ്സിലായത്. പക്ഷേ ഇവൾക്കത് ഒന്നാമത് ഇവൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. ഇവൾക്ക് ഇങ്ങനെ ഒരാളോട് പരാതി പറഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാകും എന്നൊരു ഇത് തോന്നിയിട്ടായിരിക്കും അവൾ ആരോടും പറയാതിരുന്നത്. മാനേജറാണെങ്കിൽ തന്നെ റിവ്യൂ ചെയ്യുന്നത്. കാരണം നമ്മൾ ലാസ്റ്റ് ഓഡിറ്റ് ചെയ്തിരുന്ന ഒരു നിഫ്റ്റി 50 കമ്പനിയിൽ ഒരു ഓഡിറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കമ്പനി ആ സമയത്താണ് നമ്മുടെ ഒരു വലിയ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നത്. അത് ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ച്, ആ ക്രിക്കറ്റ് മാച്ചിൻ്റെ ടൈം ഷെഡ്യൂൾ അനുസരിച്ചാണ് നമ്മൾ ഈ മാനേജറും റിവ്യൂ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവൾ ഞങ്ങളോട് വിളിച്ച് പറയാറുണ്ട്, ഇങ്ങനെ ഒരു ദിവസം തന്നെ 3-4 തവണ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ പലതവണ പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ ഇത് ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും റിവ്യൂ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ആ അതായത് ഈ പറയുന്ന മാനേജർക്ക് ക്രിക്കറ്റ് മാച്ച് കാണുന്നതിന് വേണ്ടി, ആ സൗകര്യത്തിന് വേണ്ടിയാണ് മീറ്റിങ്ങുകൾ പോസ്റ്റ്പോൺ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് ഏത് സമയത്തും ആകാമെന്ന തരത്തിലേക്ക് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടെന്ന അവസ്ഥ. ഔദ്യോഗികമായി ചെയ്തു തീർക്കേണ്ട ജോലി, എക്സ്ട്രാ ജോലി, കൂടാതെ ഈ മീറ്റിങ്ങുകൾ ഇങ്ങനെ അനിശ്ചിതമായി പോസ്റ്റ്പോൺ ചെയ്യുന്നത്, അങ്ങനെ ഇതെല്ലാം ഈ ജോലി ഭാരത്തിന്റെ കൂടെ വന്നു സ്ട്രെസ്സിന് കാരണമായി. അതെ, അതുകൊണ്ട് അവൾക്ക് കൂടുതൽ നേരെ ഇരുന്ന് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഇതിപ്പോൾ സമയത്തിന് തന്നെ നമ്മൾ റിവ്യൂ മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ ആ ബാക്കിയുള്ള സമയത്ത് അത് ചെയ്തു തീർക്കാനായിട്ടുള്ള സാവകാശം അവൾക്ക് കിട്ടും. ഇതിപ്പോൾ ഒത്തിരി റിവ്യൂ മീറ്റിംഗ് ഒത്തിരി നീണ്ടു പോകുന്നതുകൊണ്ടാണ് അതിൻ്റെ കറക്ഷനൊക്കെ നടത്താനായിട്ട് പിന്നെ ഒത്തിരി താമസം വരുന്നത്. ഇനിയിപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ തിരിച്ച് റൂമിലെത്തിയാലും അഡീഷണലായിട്ട് മറ്റു വർക്കുകളും ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിൽ ഈ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു അല്ലേ? സ്ത്രീയാണോ? അതെ, സ്ത്രീയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അവരോട് ഈ കാര്യം അവളെ സൂചിപ്പിച്ചതാണ്. എനിക്കിത് ചെയ്യാനായിട്ടുള്ള ഇത് അവൾക്ക് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലൊക്കെ, സമയം കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ അവർ പറയുന്ന ഒരു മറുപടി, നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി മുഴുവൻ ഇരുന്ന് ജോലി ചെയ്യാൻ പാടില്ല എന്നൊരു ചോദ്യമാണ് ഇവളോട് തിരിച്ച് ചോദിച്ചത്. പിന്നെ ഇവൾക്ക് തിരിച്ച് എങ്ങനെ എതിർപ്പ് പറയാനായിട്ട് പറ്റും? അങ്ങനെ പറയാനായിട്ടുള്ള ഇത് അവൾക്കില്ല. അതെ, ഇതിലിപ്പോൾ ഈ EY എന്നുള്ള കമ്പനി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഏതൊരു തുടക്കക്കാരിയെയും സംബന്ധിച്ച്, ഒരു ബിഗിനർ, ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ ബിഗ് 4 കമ്പനീസ് എന്ന് പറയുന്നതിൽ പെട്ട ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത്രയും മെറിറ്റ് ഉള്ളത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ അതിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്നുള്ള അത് അന്ന മനസ്സിൽ കരുതിയിരിക്കണം അല്ലേ? അതെ, അവൾ ഞങ്ങളോട് ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അവൾ പറയാറുണ്ട്. അവൾ കരഞ്ഞുകൊണ്ടാണ് പല ദിവസം ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾ അവളോട് ആവശ്യപ്പെടും, അങ്ങനെയാണെങ്കിൽ നീ റിസൈൻ ചെയ്ത് തിരിച്ചു പോവാ. അപ്പോൾ അവൾക്ക് ഈ EYയിൽ നല്ലൊരു എക്സ്പോഷർ കിട്ടും. അതുകൊണ്ടാണ് അവൾ, എനിക്ക് ആ എക്സ്പോഷർ കിട്ടാനായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് നാൾ പിടിച്ച് നിൽക്കട്ടെ എന്നുള്ള മറുപടിയാണ് അവൾ ഞങ്ങൾക്ക് തന്നത്. ആ ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവൾ അതിനകത്ത് കണ്ടിന്യൂ ചെയ്തത്. അതെ, അതായത് രാജിവെച്ച് പോരൂ എന്ന് അച്ഛനും അമ്മയും പറയുമ്പോഴും എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് ഇതിൽ ഫൈറ്റ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ നിന്ന് നോക്കാമെന്ന് തന്നെ കരുതി.
അതെ, കുറച്ച് എക്സ്പോഷർ കുറച്ച് അധികം കിട്ടാനായിട്ട്. കാരണം ഇവരുടെ വർക്ക് കൾച്ചർ ഒത്തിരി നല്ല വർക്കാണ് അവർ ചെയ്യുന്നത്. ഇവള് ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന എറണാകുളത്ത് തന്നെയുള്ള ഒരു ഫേമിലാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റ് വർക്കുകളിലേക്കൊക്കെ അവൾക്ക് കൂടുതലായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചിരുന്നു. ഇപ്പം ജോലി ചെയ്ത 4 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ അതിൽ തന്നെ കുറച്ച് നാളും കൂടി കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ റിസൈൻ ചെയ്ത് വന്നോളാം എന്ന് അവൾ പറഞ്ഞത് ഞങ്ങളോട്. അതെ, എന്തായാലും ഇത് ഇത്ര വലിയൊരു സമ്മർദ്ദത്തിലേക്ക് പോകുന്നുണ്ടോ എന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നോ ശ്രീ സിബി? അതായത് ഒരു ദിവസം 16ഉം 18ഉം മണിക്കൂർ വരെ ജോലി ചെയ്യുകയാണ്. ആകെ 24 മണിക്കൂറാണ് ഒരു ദിവസമുള്ളത്. അതിൽ ഇത്രയധികം സമയം ജോലി ചെയ്യുന്നു. പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഈ ക്ഷീണിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറ്റാൻ പറ്റാതെ നേരെ കിടക്കയിലേക്ക് പോയി വീഴുന്നു. ഇങ്ങനെ ഇത്തരത്തിലേക്കുള്ളൊരു വലിയ സമ്മർദ്ദം, ജോലിഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അത്രയും വലുതാണ് ആ ഒരു ദുരിതം എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിരുന്നോ ശ്രീ സിബി? അതായത് ഞങ്ങളെ എല്ലാ ദിവസവും ഇവളെ വിളിച്ചിരുന്നു വൈകുന്നേരങ്ങളിൽ. അപ്പോൾ അവൾ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളോട് പറയാറുണ്ട്. ഇങ്ങനെ രാത്രി ഓഡിറ്റ് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ രാത്രി 12:30 മണി വരെയാണ് ഓഡിറ്റ് കാണുന്നത്. അതിനുശേഷം അവൾക്ക് അവിടുന്ന് പോരാൻ പറ്റുള്ളൂ. അവിടുന്ന് പിന്നെ അവൾ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടുന്ന് ഊബർ വിളിച്ച് വരുമ്പോൾ 1:30 മണിയെങ്കിലും ആകും. ഓഡിറ്റ് നടക്കുന്ന ദിവസങ്ങളിൽ ഇതാണ് അവരുടെ ഷെഡ്യൂള്. കാരണം ഇങ്ങനെയുള്ള കമ്പനികൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളായതുകൊണ്ട് ഒരു ടൈം ഫ്രെയിമിനകത്ത് അവരുടെ ഓഡിറ്റിങ് നടത്തി കൊടുക്കണം. കാരണം അവർക്ക് ആ എക്സ്ചേഞ്ചിൽ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ അതങ്ങ് കീപ്പ് ചെയ്യുക, ആ സമയം പാലിക്കാനായിട്ട് കമ്പനി സമയം ചിലപ്പോൾ 12:30 മണി വരെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ ടോപ്പറായിരുന്നു. CA കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതും ഒട്ടും എളുപ്പമുള്ളൊരു ടാസ്ക് അല്ല. അതെല്ലാം കഴിഞ്ഞ് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയ ഒരു കുട്ടിയുടെ ഗതി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾ ഒരു അല്പസമയം കൂടി തുടരണം. ഡോക്ടർ വാണി ദേവി, ഇപ്പോൾ കണ്ടില്ലേ, ഈ പെൺകുട്ടി എത്ര മിടുക്കിയായി പഠിച്ച കുട്ടിയാണ്. CA ഒക്കെ പാസ്സായി മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അത് ബ്രില്യൻ CA എന്നാണ് ആ കുട്ടിയുടെ സുഹൃത്ത് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞതും. അത് കഴിഞ്ഞ് നല്ലൊരു കമ്പനി ജോലി കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സ്വപ്നവും ലക്ഷ്യവും. ഏതൊരു യങ് ജനറേഷൻ്റെ സ്വപ്നം എന്നൊക്കെ പറയുന്ന ഇതാണ്. സ്വന്തം കാലിൽ നിൽക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ നന്നായി പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുക, ജോലി വാങ്ങി അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ ലക്ഷ്യത്തിലെത്തിയ പെൺകുട്ടിയാണ് അന്ന. പക്ഷേ ഇതെന്തൊരു വർക്ക് കൾച്ചറാണ് എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. ഇതൊരു വലിയ കമ്പനിയാണ്. ലോകത്ത് പലയിടങ്ങളിലുമൊക്കെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും മികച്ച ഒരു ബഹുരാഷ്ട്ര കമ്പനികളിൽപ്പെട്ട ഒന്നാണ്. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് EY എന്നുള്ള കമ്പനി. അവിടെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടായ നഷ്ടം എത്ര വലുതാണ് എന്നത് വാക്കുകളിലൂടെ നമുക്ക് പറയാൻ കഴിയുകയുമില്ല. ഇതാണ് ഇവിടുത്തെ തൊഴിൽ സംസ്കാരം എന്നുള്ളത്. ഇപ്പോൾ കൂടുതൽ അത്തരം വിവരങ്ങൾ പുറത്തു വരുന്നു. ആ ഇമെയിൽ പലരും അയച്ചതിൻ്റെ കാര്യങ്ങൾ പറയുന്നു. പലരും ഇപ്പോൾ തുറന്നു പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പേരുകൾ വെളിപ്പെടുത്താതെയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് അവിടെ എന്ന് പറഞ്ഞു വരികയാണ്. ഇതെന്തൊരു വർക്ക് കൾച്ചറാണ് എന്ന ചോദ്യം, ഇതിങ്ങനെയാണോ വേണ്ടത് എന്ന ചോദ്യം, ഇതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ പ്രസക്തമായി തന്നെ ചിന്തിക്കേണ്ടുന്ന സമയമല്ലേ. ഇത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല എന്ന് നമുക്കറിയാം, പല മേഖലകളിലും ഇതുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തരത്തിലേക്കൊക്കെയുള്ള വൻകിട കമ്പനികളുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്താണ് അതിന് പറയാനുള്ളത്? അല്ല, ഇതിങ്ങനെയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ അല്ല വേണ്ടത് എന്നുള്ളത് അവരുടെ HR പോളിസിയിൽ തന്നെയുണ്ട്. അവർ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അവരുടെ എംപ്ലോയിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അവരുടെ HR പോളിസിയിൽ തന്നെ സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികൾ, ഒട്ടുമിക്കവാറും കമ്പനികൾ എല്ലാവരും തന്നെ സേഫ്റ്റി ഓഫ് ദ എംപ്ലോയി എന്നുള്ളത് ഒരു വലിയ HR പോളിസി എല്ലാം ഉണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടല്ലേ ഡോക്ടർ വാണി ദേവി ഈ സേഫ്റ്റിയെ കുറിച്ച് പറയുന്നത്? അവിടെയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം സ്ട്രെസ്സും. സേഫ്റ്റി എന്ന് പറയുമ്പോൾ അതൊരു
അല്ല, ഡെഫിനറ്റ്ലി സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സേഫ്റ്റി മാത്രമല്ല, ഫിസിക്കൽ സേഫ്റ്റി ഉണ്ട്, മെൻ്റൽ സേഫ്റ്റിയും ഉണ്ട്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുണ്ട്. ഇത് അവിടെ വെച്ച് ഒരു തരത്തിലുമുള്ള വർക്ക് കൊണ്ടുള്ള അപകടങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവരുത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇൻക്ലൂഡഡ് എന്നുള്ള നിലയിൽ പറയുമ്പോൾ എത്രയോ കമ്പനീസിൻ്റെ പോളിസിയിൽ നമ്മൾ കാണുന്നതാണ്. അവർക്ക് റെക്രിയേഷൻ റൂംസ് ഉണ്ട്, ബ്രേക്സ് ഉണ്ട്, അവർക്ക് ലോങ് വാക്സിന് പോകാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്, ജിംസ് കമ്പനിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്വിമ്മിംഗ് പൂൾസ് ഉള്ള കമ്പനിയുണ്ട്. സോ ഇതുപോലെയുള്ള അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസ്, ഇപ്പം കൾച്ചറൽ അസോസിയേഷൻസും ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള കമ്പനീസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഇതെല്ലാം പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുകയും ഇതൊക്കെ അതിൻ്റേതായ രീതിയിൽ കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാതിരിക്കുകയും അതൊരു കമ്പനിക്കകത്തുനിന്ന് ഇൻറ്റേർണൽ പ്രോസസ്സ് മാത്രമായിട്ട് ഒതുങ്ങിയാൽ പോരാതെ അതൊരു എക്സ്റ്റേണൽ ഏജൻസി, സർക്കാർ ഏജൻസി അത് മോണിറ്റർ ചെയ്യേണ്ടുന്നതുണ്ട്. നമ്മുടെ ലേബർ ലോസ് ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടോ, നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ, അതോ പേപ്പേഴ്സിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇത് നടക്കുന്നില്ല. അവരുടെ പേപ്പേഴ്സിലുണ്ടെങ്കിലും ആക്ച്വലി അത് പല എംപ്ലോയീസിലേക്കും എത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ ഇന്ന് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, വേറൊരു സ്ഥലത്ത് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ്, എന്നാൽ പിന്നെ റിസൈൻ ചെയ്ത് പൊക്കൂടെ, അല്ലെങ്കിൽ പരാതിപ്പെട്ടൂടെ എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ നമുക്ക് ചോദിക്കാം. പരാതി പറയുന്ന സ്ഥലത്ത് എന്താണ് നമുക്ക് കിട്ടുന്ന മറുപടി? നിങ്ങൾ ഇൻകേപ്പബിൾ ആണ്, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇത്രയും നേരം ഇരിക്കേണ്ടി വരുന്നത്, ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, എന്തിനാണ് ഇത്രയും സമയം ചെലവഴിക്കുന്നത്? സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻകേപ്പബിലിറ്റിയാണ് കാണിക്കുന്നത് എന്നുള്ള മറുപടിയാണ് പലപ്പോഴും മാനേജേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്നോ കിട്ടുന്നത് എന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങൾ കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എവിടെ സപ്പോർട്ട് സിസ്റ്റം, എവിടെ ഇതിനെ എങ്ങനെ പെർസീവ് ചെയ്യണം? അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ നമ്മുടെ ഒരു റെഗുലേഷൻസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ജോലിക്ക് അപ്പുറത്തേക്കുള്ള ഒരു കാര്യം പറയുമ്പോൾ അവിടെ നോ പറഞ്ഞാൽ കണ്ണിലെ കരടാവും. പിന്നെ എനിക്കിവിടെ ഈ ഓഫീസ് പൊളിറ്റിക്സിനകത്ത് നിൽക്കൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര കോസി ആയിട്ടുള്ളൊരു അന്നയുടെ മരണമാണ് നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന്, ജോലി ഭാരത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയ അന്ന. നമുക്കൊപ്പം അതിഥികളായ അന്നയുടെ പിതാവുണ്ട്, അഡ്വക്കേറ്റ് വിമല ബിനു ഉണ്ട്, ഒപ്പം ഡോക്ടർ വാണി ദേവിയുമുണ്ട്. നമ്മളോട് ഇന്ന് അന്ന സെബാസ്റ്റ്യൻ്റെ മരണത്തിന് പിന്നാലെ സുഹൃത്ത് സംസാരിച്ചിരുന്നു. 18 മണിക്കൂർ വരെ അന്നയ്ക്ക് ജോലി ചെയ്യേണ്ടി വന്നു എന്നാണ് ആൻമേരി 24-നോട് പറഞ്ഞത്. ആൻമേരി പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം. എനിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ വർക്ക് സ്ട്രെസ്സിനെ പറ്റി എപ്പോഴും പറയുമായിരുന്നു. കമ്പനി അത് നിഷേധിക്കുന്നില്ല ഒരു അർത്ഥമില്ല. ബേസിക്കലി അത് അവരുടെ ഒരു പെട്ടെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടി പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. ഉറപ്പായിട്ടും പ്രഷർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കാരണം ഇവൾക്ക് 4-5 മണിക്കൂറാണ് ഉറങ്ങുന്നത്. രാത്രികളിലും കോൾസ് വന്നതായിട്ട് പിന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് മാനേജറിന്റെ കോൾസ് ഒക്കെ വരുന്നുണ്ട് രാത്രി. മാനേജർ ആണെങ്കിലും രാവിലെ റിവ്യൂ ചെയ്യേണ്ട സാധനം വൈകിട്ട് ലേറ്റ് ആകുമ്പോൾ റിവ്യൂ വന്നത്. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവർ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെങ്കിലും മാറ്റാൻ പറയുമ്പോൾ പിന്നെയും അഗൈൻ ഓവർനൈറ്റ് വർക്ക് ചെയ്യുക. അതിനിടയിൽ അഡീഷണലി പിന്നെയും ഇങ്ങനെ വർക്ക് ആയിരുന്നു ഫുൾ ടൈം. അഡ്വക്കേറ്റ് വിമല ബിനു, ഇത് സുഹൃത്ത് പറയുന്ന കാര്യമാണ്. അതായത് ഈ കഴിഞ്ഞ 4 മാസത്തിനിടെ 3 അവധി ദിനങ്ങൾ കിട്ടിയിരിക്കുന്നു. കൂടാതെ ഒരു ദിവസം 18 മണിക്കൂർ വരെയാണ് ജോലി ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നില്ല. ഇതൊക്കെ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇത് നടക്കുന്നത് എവിടെയാണ്? EY എന്നുള്ള കമ്പനിയിൽ. ഇവിടെ കൃത്യമായ നിയമങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഡോക്ടർ വാണി ദേവി പറഞ്ഞതുപോലെ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, HR-ന്റെ പോളിസി ഉണ്ട്. അതെല്ലാം നമ്മൾ വായിച്ചു നോക്കിയിട്ടൊക്കെയാണ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതും. വേണമെങ്കിൽ ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ടായിരിക്കാം ജോലിയിൽ പ്രവേശിക്കുന്നതും. പക്ഷേ ഇതൊക്കെ നടപ്പാക്കപ്പെടുന്നുണ്ടോ അവിടെ എന്നുള്ളത് ആരും മോണിറ്റർ ചെയ്യും? ഇതൊന്നും ആരും നോക്കുന്ന പോലുമില്ല. ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതൊന്നും നടപ്പാക്കുന്നില്ല എന്നുള്ളിടത്ത് എവിടെയാണ് പാളിച്ച, എവിടെയാണ് പിഴവ്? അതിന് ഉത്തരവാദിത്തം ആർക്കാണ്? തീർച്ചയായും ഇത്തരം കമ്പനികളിലെ കോർപ്പറേറ്റ് കൾച്ചർ, വർക്ക് സ്ട്രെസ് കൂട്ടുക, അതുവഴി ഹെവി വർക്ക് ലോഡ് കൊടുക്കുക, അതുവഴി എംപ്ലോയീസിനെ ഒരു എക്സ്പ്ലോയിറ്റേഷനിലൂടെ കൊണ്ടുപോയി മാക്സിമം ഡിറൈവ് ഔട്ട് ചെയ്യുക എന്നുള്ള പോളിസീസ് തന്നെയാണ്. അത്
ഇന്ത്യയിലെ എല്ലാ IT ഫേംസും മറ്റ് കോർപ്പറേറ്റ് ഫേംസും ഫോളോ ചെയ്യുന്ന പോളിസിയാണിത്. പക്ഷേ ഇവരെ ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്? ഇവരെ കൺട്രോൾ ചെയ്യേണ്ടത് ഗവൺമെന്റ് മിഷനറീസ് ആണ്, ലേബർ ഓഫീസേഴ്സ് ആണ്. അതിന് കംപ്ലൈന്റ്സ് വരണം. കംപ്ലൈന്റ്സ് വരുമ്പോഴാണ് പൊതുവെ തൊഴിലിടങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ കംപ്ലൈന്റ്സ് വരുമ്പോഴാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിനെ ശ്രദ്ധിക്കുകയും മോണിറ്റർ ചെയ്യുകയും നടപടികൾ എടുക്കുകയും ചെയ്യും. ഒരു കമ്പനിയിൽ വർക്ക് സ്ട്രെസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇതുവരെ റൈസ് ചെയ്യപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ തൊഴിലിടങ്ങളിലെ പേയ്മെന്റ് കൊടുത്തില്ല, വേജസ് ആക്ട് പ്രകാരമുള്ള പേയ്മെന്റ് കൊടുത്തില്ല, വർക്ക്മെൻസിന് കോമ്പൻസേഷൻ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ലേബർ ഡിസ്പ്യൂട്ടുകൾ ധാരാളം റൈസ് ചെയ്യപ്പെടാറുണ്ട് ലേബർ ഓഫീസേഴ്സിന് മുമ്പാകെ. പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത്തരം ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അല്ല, അപ്പൊ എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് വിമല, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പുറം ലോകം അറിയുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇങ്ങനെ സധൈര്യം ഈ മേലധികാരികൾ ഈ തരത്തിലേക്ക് തന്നെ പോകുന്നത്. ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ. മാത്രമല്ല, അന്നയുടെ ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ഉണ്ടായപ്പോ സമൂഹത്തിൽ ഉണ്ടായ ഒരു റിയാക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അനുജ. അതായത് അത്രയധികം വർക്ക് പ്രഷേഴ്സ് നേരിടുന്ന ധാരാളം പേർ അത് തുറന്നു പറയുവാനും അതിനെ ഞങ്ങളും വർക്ക് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു എന്നുള്ള അന്തരീക്ഷങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനു മുമ്പ് ആളുകൾ ഇതെല്ലാം അഫോർഡ് ചെയ്യുകയായിരുന്നു. അവരുടെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് വേണ്ടി, അല്ലെ ലൈഫിന്റെ ഒരു സ്ട്രക്ചറിന് വേണ്ടി, അതല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ജീവിതം എന്ന് കരുതി ഇതിനെ അഫോർഡ് ചെയ്ത് പോയി ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് കടന്നു പോവുക അത്ര ഈസിയായ ഒരു കാര്യമല്ല ആളുകളെ. അതെ, അപ്പൊ അതിലിപ്പോ നമുക്ക് ഈ നിയമപരമായ വിഷയങ്ങൾ സംസാരിച്ചാൽ അഡ്വക്കേറ്റ് വിമല, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തൊഴിൽ സമ്മർദ്ദം നേരിടുകയാണ് ഒരു എംപ്ലോയി എന്ന് വിചാരിക്കുക, എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ ആ കമ്പനിയിൽ HR ഉണ്ട്, പോളിസികളുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഭദ്രവുമാണ്. അതായത് ഈ തരത്തിലേക്ക് എല്ലാ നിയമങ്ങളും ഒക്കെ ഉണ്ട്, അത് പാലിക്കുന്നില്ല. അപ്പോൾ നിരന്തരം ഇങ്ങനെ തൊഴിൽ ചൂഷണത്തിന് വിധേയമായി സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയി എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? പ്രകാരത്തിന് ഉള്ള ടൈമിന് മുകളിൽ അവരെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ച് തീർച്ചയായും ഒരു ലേബർ കംപ്ലൈന്റ് ആയി മാറേണ്ടതാണ്. അത് തൊഴിലിടത്തിലെ ചൂഷണമാണ്. ആ ചൂഷണത്തിന് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ലേബർ കംപ്ലൈന്റ് ആണ്. അപ്പോ അതിനനുസരിച്ച് ലേബർ ഓഫീസേഴ്സ് ഇന്ററാക്ട് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ആദ്യം ഈ പരാതി നമ്മൾ കൊടുക്കേണ്ടത് ഈ സ്ഥാപനത്തിനുള്ളിൽ തന്നെയല്ലേ അഡ്വക്കേറ്റ് വിമല? ഈ സ്ഥാപനത്തിനുള്ളിൽ പരാതി കൊടുക്കാം, അവർക്ക് ഈ സ്ഥാപനത്തിനുള്ളിൽ അത് അഡ്രസ് ചെയ്യാം. അതോടൊപ്പം തന്നെ പുറത്ത് നമുക്ക് ലേബർ ഓഫീസേഴ്സ് ഉണ്ട്. ആസ് പെർ ദ ലേബർ ലോസ് നമുക്ക് ലേബർ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് കംപ്ലൈന്റ്സ് റേസ് ചെയ്യേണ്ടതാണ്. പിന്നെ പക്ഷേ ഇതിലൊരു പ്രായോഗിക പ്രശ്നം അഡ്വക്കേറ്റ് വിമല, ഇപ്പോ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ, അത് പിന്നെ ആ തൊഴിലാളിക്ക് അവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. ആ പോയിന്റ് എത്തുമ്പോഴാണ് പലരും ഇതിൽ നിന്ന് പിന്മാറി എങ്ങനെയെങ്കിലും ഇവിടെ തുടരാം, കരിയർ അതാണല്ലോ ലക്ഷ്യം, അങ്ങനെ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് കാരണവും അത് തന്നെയാണ്. ഇഷ്യൂസും ഉണ്ട്. ഒരു കംപ്ലൈന്റ് മേക്കറായി അവിടുന്ന് ഒരു പ്രോബ്ലം വന്ന് അവിടുന്ന് റിസൈൻ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കമ്പനിയിൽ ഇടം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം, മറ്റൊരു ഫേമിൽ ഇടം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആളുകൾ ഇതെല്ലാം ഫോർബിയർ ചെയ്യേണ്ട വരുന്ന ഒരു മാനസികാവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ധാരാളം എംപ്ലോയീസ് ഉണ്ട്. വർക്ക് സ്ട്രെസ് മാത്രമല്ല ഇവിടെ അന്നയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഒരു നോർമൽ കൈൻഡ് ഓഫ് വർക്ക് സ്ട്രെസ് ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഭക്ഷണം കഴിക്കാൻ പോലും സാഹചര്യമില്ലാതെ ഹെൽത്തിനെ പോലും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആ കുട്ടിയുടെ ജീവിതം മാറി എന്ന് പറയുന്ന അത്യന്തം ദുരവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. സോ EY കമ്പനിയെ കുറിച്ച് പൊതുവെ ഉയർന്നു വരുന്ന ഒരു കംപ്ലൈന്റുമാണ് അത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല, അതിപ്പോ ഇപ്പോഴാണ് പുറത്തറിയുന്നത് അഡ്വക്കേറ്റ് വിമല. ഇപ്പൊ നമ്മളൊക്കെ ഈ വിഷയം ചർച്ചയാക്കി ഇത് തന്നെയായിരുന്നു, ഇപ്പോൾ അന്നയുടെ മാതാപിതാക്കൾ ഉദ്ദേശിച്ചതും ഇത് തന്നെയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇനിയും ഒരാൾക്കും ഈ ഗതി വരരുത് എന്നുള്ളതാണ് ആ അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ ഇത് ലോകം അറിയണം, ഇതിലൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് പ്രതീക്ഷിച്ച് തന്നെയാണ് അവരിങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത്. പക്ഷേ ഇത്തരം ധാരാളം സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് കമ്പനികളുണ്ട്
ഇനി കോർപ്പറേറ്റ് കമ്പനികൾ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും നമുക്കറിയാം. പല മേഖലകളിലും ഇതൊക്കെ ഉണ്ട്. ചെറുകിട പ്രൈവറ്റ് കമ്പനികളിൽ ഉൾപ്പെടെ ഇത്തരം സമ്മർദ്ദം താങ്ങി എന്നാൽ പക്ഷെ മറ്റു മാർഗമില്ലാതെയൊക്കെ ജോലി ചെയ്തു പോകുന്ന തൊഴിലാളികളുണ്ട്. നിയമങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പാലിക്കുന്നില്ല. ഇതിനൊക്കെ പരിഹാരം എന്താണ് അഡ്വക്കേറ്റ് ബിമല? അല്ല, നമ്മുടെ കൾച്ചർ മാറുക എന്നുള്ളതാണ്. കൂടുതലും ഇത്തരം ഇൻസ്റ്റൻസസ് ഉണ്ടാവുമ്പോൾ നെക്സ്റ്റ് ഇൻസ്റ്റന്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കത്തക്ക വിധത്തിലേക്ക് അതോറിറ്റീസ് വിജിലന്റ് ആവുക, അതുപോലെ തന്നെ വർക്ക് കൾച്ചറിന്റെ പാറ്റേൺ മാറുക, ഹെൽത്തി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക. ചില 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 കമ്പനികളെങ്കിലും, ഫോറിൻ കമ്പനികളെങ്കിലും ഹാപ്പിനെസ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് എംപ്ലോയീസിന്റെ ഹെൽത്തും അവരുടെ ഹാപ്പിനെസ്സും അവരുടെ ജോയിക്ക് വേണ്ടി തന്നെ ഉള്ള കാര്യങ്ങളും ടൈം മാനേജ്മെന്റുകളും ഒക്കെ നൽകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ പോലും നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ഓണം ആഘോഷിച്ച് വരുന്നവരാണ്. സോ നമ്മളൊക്കെ ഒരു അവധി ആഘോഷിക്കുന്നവരാണ് അല്ലെ, അതാണ് നമ്മുടെ കൾച്ചർ. സോ എന്തുകൊണ്ടാണ് നമുക്ക് സൺഡേ സാറ്റർഡേ ഹോളിഡേയ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? വർക്ക് ചെയ്യാൻ മാത്രമുള്ളതല്ല ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ലൈഫിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് വർക്ക് ഓറിയന്റഡ് പാറ്റേൺ മാത്രമല്ല. ഇറ്റ് ഹാസ് ടു ബി ഇൻ അതർ ഇറ്റ് ഹാസ് ടു ഗോ ടു അതർ എക്സ്റ്റെൻസ് ഓൾസോ. ഇപ്പം ലൈഫിന്റെ ഒരു ഒരേ ഒരു പോളിസി വർക്ക് മാത്രമാണ് എന്ന് കാണുന്ന ടിപ്പിക്കൽ കോർപ്പറേറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ധാരാളം കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. സോ അപ്പം ഈ ഒരു യൂറോപ്യൻ കൾച്ചറിനെ കൺവേർട്ട് ചെയ്ത് ഒരു തവിട് സായിപ്പ് നയം എന്ന് വേണേ നമുക്ക് പറയാം. ഇന്ത്യക്കാർ അതിനെ കുറച്ചുകൂടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉള്ള ഒരു മേഖലയാക്കി അത് മാറ്റുന്നു. സോ ഇത്തരം പരാതികൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനി ഒരു അടുത്തൊരാൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ ഇതൊരു സമൂഹത്തിനൊരു കീനോട്ടായിട്ട് മാറുകയാണ്. സമൂഹം ഇത് മനസ്സിലാക്കുകയാണ്. ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും അവിടെ എങ്ങനെയെങ്കിലും തുടർന്ന് ഒരു ലേബലിലേക്ക് അവൾക്ക് പോകാം എന്നുള്ള പൊന്നുമോൾക്ക് അതിന് കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മാതാപിതാക്കളും അവളെ ആ ഒരു സ്ട്രെസ്സിൽ കൂടി കടന്നു പോകാൻ അനുവദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അപ്പം എല്ലാ പേരൻസിനും ഇതൊരു നോട്ടാണ്, എല്ലാ ഫാമിലിക്കും ഇതൊരു നോട്ടാണ് ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കാന്. ഇത് മാത്രമല്ല, ജോലി മാത്രമല്ല ലൈഫിന്റെ ഒരു എക്സ്റ്റെന്റ് എന്ന് കരുതാന്. പ്രത്യേകിച്ച് മലയാളികൾക്ക് എനിക്ക് തോന്നുന്ന മലയാളികളുടെ ഒരു കൾച്ചറാണ് ജോലിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ജോബ് ഈസ് യുവർ ഫസ്റ്റ് കൺസേൺ ഓർ യുവർ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന പക്ഷെ ജോലി ചെയ്യാൻ വേണ്ടി ജീവിതം മാറ്റിവെക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു. അതിനുശേഷം വളരെ വേഗം ഞാൻ ശ്രീ സിബി ജോസഫിലേക്ക് എത്തും. ഇടവേള തിരികെ ന്യൂസ് ഇവനിങ്ങിലേക്ക്. ശ്രീ സിബി ജോസഫ്, ഇപ്പോൾ മാർച്ചിലാണ് അന്ന ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം നാട്ടിലേക്ക് വന്നിരുന്നോ? അവള് ജോയിൻ ചെയ്ത ശേഷം 3 തവണ ഇവിടെ തിരിച്ചു വന്നായിരുന്നു. അവള് ഏറ്റവും ലാസ്റ്റ് വന്നത് ജൂൺ മാസത്തിലാണ് വന്നത്. അത് അവളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവൾ വന്നത്. അവൾ വന്നിട്ട് രാവിലെ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു 3 തവണ അവൾ വന്നിട്ടുണ്ട്. ഈ വരുന്ന സമയത്തൊക്കെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നോ അന്നയ്ക്ക്? അതെ, വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അതെ, അപ്പൊ നമ്മൾ അതിനെ അവധി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ അവധി എന്ന് പറയാൻ പറ്റില്ല. കാരണം വീട്ടിലിരുന്ന് ജോലി ചെയ്യാണ്, വർക്ക് ഫ്രം ഹോം. അവധി എന്ന് പറയാൻ പറ്റില്ല. അതെ, അപ്പൊ ഏത് സമയം എല്ലാ ദിവസവും വന്നു എന്നൊരു പേരിന്റെ വീട്ടിൽ വരുന്നുണ്ട്. പക്ഷെ വീട്ടിൽ വന്നാലും ചെയ്യും. വീട്ടിൽ വന്നാലും ആരും സംസാരിക്കാനോ അവരുടെ കൂടെ ഇരിക്കാനോ മാതാപിതാക്കളുടെ കൂടെ സമയം ചെലവഴിക്കാനോ ഒന്നും സമയമില്ല. എപ്പോഴും എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു അന്നയുടെ മാതാവുമായിട്ടല്ലേ? അപ്പൊ അതിനൊക്കെ സമയം എങ്ങനെയാണ്? അന്നയ്ക്ക് അതിന് സമയമുണ്ടായിരുന്നോ? അത് രാത്രി 10-ന് ശേഷമൊക്കെ ആയിരുന്നു സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇവള് രാത്രി 12 മണിക്കാണെങ്കിൽ ആ സമയത്തൊക്കെ അവളെ വിളിക്കാറുണ്ട്. അപ്പോൾ അവളെ വിളിക്കുമ്പോൾ അവൾ പറയും, ഞാൻ അമ്മ ഇപ്പോൾ വിളിക്കണ്ട, ഞാൻ എൻ്റെ പണിയൊന്ന് ചെയ്ത് തീർക്കട്ടെ, അതിന് ശേഷം ഞാൻ തിരിച്ചു ചെയ്തിട്ട് വിളിക്കാമെന്ന് പറയും. തിരിച്ചു ചെയ്തിട്ട് അവൾ ജസ്റ്റ് എത്തി എന്നൊരു മെസ്സേജ് ഞങ്ങൾക്ക് തരും. പല ദിവസങ്ങൾ ഞങ്ങൾ അതിന് മുമ്പ് വിളിക്കുമ്പോഴൊക്കെയാണ് അവൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങളോട് അവതരിപ്പിക്കുന്നത്.
ഇപ്പോൾ ഇതിൽ ഈ പറയുന്നതൊക്കെ പലപ്പോഴും അവൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എനിക്കിങ്ങനെ ഒട്ടും പറ്റുന്നില്ല. അതെ, പക്ഷെ അപ്പോൾ രാജിവെച്ച് പോരൂ എന്ന് പറയുമ്പോഴും കുറച്ചുകൂടി പിടിച്ചു നിന്ന് നോക്കാം എന്നാണ്. കാരണം ഞാനിപ്പോൾ ഇതിൽ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് പെട്ടെന്ന് ജോലി ആദ്യമായി കിട്ടുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് മാർക്കാണ്. അത് ബാഡ് മാർക്ക് എന്ന തരത്തിലേക്ക് കണക്കാക്കപ്പെടും. ഒരു വർഷമെങ്കിലും പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെയുള്ള വലിയ കമ്പനികളിൽ ഒന്ന് പിടിച്ചു നിന്നാൽ അടുത്ത കമ്പനിയിലേക്ക് കിട്ടാൻ എളുപ്പമാണ്, കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക. 4 മാസത്തിനുള്ളിൽ ജോലി കളഞ്ഞാൽ അതൊരു നെഗറ്റീവായി മാറുമോ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തകളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അന്നയ്ക്കും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അല്ലേ? അതായത് ഇവൾക്ക് ബിഗ് ഫോർ കമ്പനിയിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാന അംബീഷനായിരുന്നത്. ഇവിടെ CA പാസ്സായിട്ട് അവൾ ഓൺലൈനായിട്ടാണ് ഇൻ്റർവ്യൂ നടത്തിയത്. ഡെലോയിറ്റ് നടത്തി, EY നടത്തി, പിന്നെ ആക്സെഞ്ചർ നടത്തിയായിരുന്നു. പിന്നെ അവർക്ക് ഡെലോയിറ്റിൽ സെലക്ഷൻ കിട്ടി, പിന്നെ EYയിൽ സെലക്ഷൻ കിട്ടി. ഡെലോയിറ്റിൽ IT ഓഡിറ്റിലാണ് കിട്ടിയത്. അവർക്ക് ടാക്സ് ഓഡിറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് EY ചൂസ് ചെയ്തത്. അപ്പം ഈ ബിഗ് ഫോറിൽ ജോലി ചെയ്യുക എന്നുള്ള അവളുടെ ഒരു അംബീഷനായിരുന്നു. അങ്ങനെയാണ് അവൾ EYയിലെ ടാക്സ് ഓഡിറ്റ് സെലക്ട് ചെയ്ത് അങ്ങോട്ട് അവരുടെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തത്. അതെ, അപ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയുള്ളതിൽ സന്തോഷവതിയുമായിരുന്നു ഒരു ഭാഗത്ത് അന്ന. അങ്ങനെയൊക്കെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇതിൽ ഈ രാജീവ് മേമാനി എന്നുള്ളയാൾ, അദ്ദേഹമാണല്ലോ ഇതിൻ്റെ ചെയർമാൻ ഈ കമ്പനിയുടെ, അദ്ദേഹം പറഞ്ഞത് 4 മാസമാണ് അന്ന ജോലി ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർ ജോലി ചെയ്യുന്നത് പോലെയുള്ള രീതിയിൽ തന്നെയാണ്. ഷി വാസ് അലോട്ടഡ് വർക്ക് ലൈക്ക് എനി അതർ എംപ്ലോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വി ഡോണ്ട് ബിലീവ് വർക്ക് പ്രഷർ കുഡ് ഹാവ് ക്ലെയിംഡ് ഹെർ ലൈഫ് എന്നാണ്. അതാണ് ആദ്യം ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണമായി വന്നത്. വർക്ക് പ്രഷർ എന്നത് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന്. പിന്നീട് നിങ്ങളൊക്കെയായി ഫോണിൽ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ നിലപാടിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ടോ, അതോ അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇന്നലെ വിളിച്ചിരുന്നു, ചെയർമാൻ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ല. അവർക്ക് നമ്മൾ EYയിൽ ജോലി ചെയ്ത അന്ന് മുതലാണ് ഈ ഉറക്കമില്ലായ്മ, പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കാതെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് തുടങ്ങിയേക്കുന്നത്. അത് ക്രമേണ തുടങ്ങിയത് ഏറ്റവും ഒരു മൂർധന്യത്തിൽ വന്നേക്കുന്ന ആ ജൂലൈ മാസത്തോടു കൂടിയാണ്. ഞങ്ങൾ അവിടുത്തെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞാണ് ഇങ്ങനെ ഇവൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഉറക്കം വേണം, പിന്നെ ആ സ്ട്രെസ്, പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക. ഇടയ്ക്ക് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ തരത്തിൽ ഉണ്ടായിരുന്നു അല്ലേ, ചെറുതായിട്ട് ഈ ജോലി സമ്മർദ്ദത്തെ തുടർന്ന്? അതല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളല്ല ഞാൻ ആരോഗ്യ പ്രശ്നമായിട്ട് അവൾക്ക് അതായത് ഇവർക്ക് ഇതിനു മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവൾക്കില്ലായിരുന്നു. നമ്മൾ ഈ ജോലി, അതായത് ഓഡിക്ക് EYയിൽ ഓപ്റ്റ് ചെയ്ത് EYയിൽ ജോലി തുടങ്ങിയ ശേഷം ക്രമേണയാണല്ലോ നമ്മൾ ഈ ഓഡിറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ആ സമയത്തിൻ്റെ ഇതിലേക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ ഈ രാത്രിയിൽ ഒത്തിരി നേരം ഇരുന്ന് ജോലി ചെയ്യുക, പിന്നെ തിരിച്ച് റൂമിലെത്തുക, പിന്നെ ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരിക, പിന്നെ സമയം കഴിക്കാൻ സമയത്തിന് ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ വരിക, പിന്നെ സ്ട്രെസ്സ്, ടെൻഷൻ, ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഇത് വന്നു പോയത്. അതെ, ഇടയ്ക്ക് ഈ സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, വിളിച്ചപ്പോൾ അവസാനമൊക്കെ വിളിച്ച സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നുണ്ട്, ജോലി ചെയ്ത് എനിക്ക് നെഞ്ചുവേദനയാണ് എന്ന് അന്ന പറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു എന്നതാണ്. ഒരുപക്ഷെ അതെല്ലാം ശരിയാകുമെന്ന് ആ കുട്ടിയും വിചാരിച്ചിട്ടുണ്ടാകാം. പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയായിരിക്കാം. ഏതായാലും ഇതിലിപ്പോൾ ഈ കമ്പനി അധികൃതരുടെ നിലപാട് സംസാരിച്ചു കഴിഞ്ഞു, നേരിട്ട് വന്നു. അതിനുശേഷം നിങ്ങൾ അവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ തൃപ്തിയുണ്ടോ? നമുക്കുണ്ടായ നഷ്ടം വലുതാണ്, അതിനൊരു പരിഹാരവുമില്ല എങ്കിൽ പോലും നിലവിലെ ഇവരുടെയൊക്കെ ഒരു നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, ശ്രീ സിബി? അല്ല, ഇവർ ഇതുവരെ ഒരു നിലപാട്, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു നിലപാടിന്, ഒരു നടപടിയെക്കുറിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ EYന്ന് 4 പേര് വന്നിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വി വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ. ആ ഒരു മറുപടിയാണ് അവർ തന്നേക്കുന്നത്. ഇപ്പം ചെയർമാൻ ആണെങ്കിൽ ഇന്നലെ വിളിച്ചിരുന്നു, ചെയർമാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അത്
ഇതിന് കാരണക്കാരായവർക്ക് എന്ത് ചെയ്യും, അല്ല ഇനി ഇങ്ങനെ ഒരു ഇത് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്നും ചെയർമാൻ പറയുന്നില്ല. പിന്നെ രാത്രി 1:30-ക്ക് ശേഷം ഡ്യൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത് അതിന് യാതൊരു തെളിവുമില്ല. അത് സാധാരണ ഡ്യൂട്ടി കൊടുക്കുന്നതൊക്കെ ഇവർ ഇമെയിലിൽ കൂടിയാണ് ഇന്നിൻ്റെ വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ രാത്രിയുള്ള ഡ്യൂട്ടി ഈ അസിസ്റ്റന്റ് മാനേജർ ഫോൺ ചെയ്താണ് ഇവളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിന് യാതൊരു തെളിവുമില്ല അതിന്. അതാണ് അതൊക്കെ ഒരു ട്രാപ്പ് എന്ന തരത്തിലേക്കാണ് ഇപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ. ഇത്ര വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, അവിടെ ഇങ്ങനെയൊക്കെയാണോ ജോലി അസൈൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയമാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ സിബി ജോസഫ്, ഞങ്ങൾക്കൊപ്പം ഇത്രയും നേരം പങ്കെടുത്തതിൽ ഈ ചർച്ചയിൽ. ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു, ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം. ഡോക്ടർ വാണി ദേവി, ഇപ്പോൾ ഇത്തരം തൊഴിൽ സമ്മർദ്ദം എന്നൊക്കെയുള്ളത് ഏതെങ്കിലും ഒരു മേഖലയിലാണോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ മേഖലയിലാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നുമല്ല. പല മേഖലകളിലും അതൊക്കെ ഉണ്ട്. തൊഴിലിൻ്റെ ഒപ്പമുള്ളതാണ് ഈ സമ്മർദ്ദം എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധവുമാണ്. പലപ്പോഴും ഈ IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ തൊഴിൽ സമ്മർദ്ദം നേരിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തൊഴിലാളികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം സമ്മർദ്ദത്തെ എങ്ങനെ മറികടക്കാം? അതിനൊക്കെയുള്ള മാർഗങ്ങൾ എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇത്തരം തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ പാടില്ല, അതിനൊക്കെ എതിരായ നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം ഒരു വശത്ത്. അതിനപ്പുറത്തേക്ക് തൊഴിലാളികൾക്ക് എന്താണ് മാർഗങ്ങൾ ഇതിനെയൊക്കെ മറികടക്കാൻ? ജോലി വേണം ഒരേ സമയം തന്നെ, എന്നാൽ ആ സ്ട്രെസ്സിനെ മറികടക്കാൻ എന്ത് ചെയ്യാം? ഒരു ചുരുങ്ങിയ മറുപടി. ഒന്ന്, ഇത് ഒരു IT മേഖലയിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളിലോ മാത്രം നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഇന്ന് കാണുന്ന സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തുടങ്ങി ബാങ്ക് ഉദ്യോഗസ്ഥരിൽ തുടങ്ങി ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തുടങ്ങി ഏതൊരു പ്രൊഫഷനിൽ നമ്മൾ നോക്കിയാലും കാണുന്ന ഒരു കാര്യമാണ് ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റണം, കൃത്യമായ നോ പറയാൻ പറ്റണം. ഇപ്പം നമ്മൾ അന്നയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടതാണ്, ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് നോ പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ആദ്യമായി ചെന്ന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബോസ് വിളിച്ച് പറയുന്ന ഒരു ജോലി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഭയമുണ്ടാവും, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് വളരെ വലിയ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അവിടെ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ടെങ്കിലും നോ പറയാനായിട്ട് പറ്റണം. ചില കാര്യങ്ങളിൽ പെർഫെക്ഷനിസം വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റണം. സെൽഫ് ലവ് വേണം. ഇതെല്ലാം നമുക്ക് ഇൻഡിവിജ്വലി വേണം എന്ന് പറയേണ്ടുന്ന കാര്യമാണ്. ചെയ്ത് തന്നെ ആകണം. പക്ഷെ ഇതിനോടൊപ്പം തന്നെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ്. അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്, ഒരു കംപ്ലൈൻറ്റ് ചെന്നാലല്ല മോണിറ്ററിങ് ഉണ്ടാവേണ്ടതെന്ന്. നമ്മുടെ ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്നത് ഒരു ഫിനാൻഷ്യൽ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വന്നതിന് ശേഷമല്ല, അതൊരു മാൻഡേറ്റ് ആണ്. അതുപോലെ തന്നെ മാൻഡേറ്റ് ആയിട്ട് സർക്കാർ ഏജൻസികൾ മോണിറ്റർ ചെയ്ത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ്, ഹെൽത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജസ് ആൻഡ് ഫെസിലിറ്റീസും ഇത് അവിടെ ഉണ്ട്, പേപ്പേഴ്സിൽ മാത്രമല്ല. നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും ഈ വിഷയം ഒരു വലിയ രാജ്യത്ത് തന്നെ ശ്രദ്ധ നേടുന്ന, ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. തൊഴിൽ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലേക്കൊക്കെയുള്ള തൊഴിലാളി വിരുദ്ധ നടപടികൾ ഒരു സ്ഥാപനത്തിലും ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മളും പറയുന്നത്. നന്ദി വിമല ബിനു, ഒപ്പം ഡോക്ടർ വാണി ദേവി ചർച്ചയിൽ പങ്കെടുത്തതിന്.